ഞാനൊരു ലെഫ്റ്റ് ഹാൻഡറാണ്. ഞാനൊരു ഇടതുകൈയനാണ്. ഇടതുകൈനാൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന കുറച്ച് പരിഹാസങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ചീഞ്ഞെടുത്ത ഏതാനും ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് അവതരിപ്പിക്കുന്നത്. നമ്മുടെ അച്ഛൻ്റെ ചേട്ടന് ഒരു വുഡ് ഇൻഡസ്ട്രിയിലുണ്ട്. കുഞ്ഞിലൊക്കെ നമ്മളവിടെ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ പണിയെടുക്കുന്നതാണ്. അപ്പം നമുക്കൊരു ആഗ്രഹം വരും. നമ്മുടെ മലപ്പുറംകാരെ ഭാഷ പറഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പൂതി വരും. നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു ഉളിയും ചുറ്റിയൊക്കെ സെറ്റ് ചെയ്യും. നമ്മൾ എന്നിട്ട് അതേ മരത്തിൻ്റെ മുകളിൽ ഉളിയും ചുറ്റിയൊക്കെ വെച്ച് ഇങ്ങനെ അടിക്കും. നമ്മൾ പണിയെടുക്കുന്ന കാണുമ്പം അവിടുത്തെ സ്റ്റാഫും പിന്നെ ബസ് സ്റ്റോപ്പിലിരിക്കുന്ന കുറച്ച് നാട്ടുകാരൊക്കെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കും. ഞാൻ ആദ്യം കരുതിയത് എൻ്റെ പ്രായത്തിൽ ഞാൻ ആ പണി എടുക്കുന്നതുകൊണ്ടായിരിക്കും എന്നെ നോക്കി ചിരിക്കുന്നതെന്നാണ്. പക്ഷേ കാലം പോകെ പോകെ മനസ്സിലായി എന്നെ നോക്കി ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ആ പണി ഞാൻ എടുക്കുന്നുണ്ടാണ്. എന്ന് വെച്ചാൽ അമ്മ ലെഫ്റ്റ് ഹാൻഡർ. ഒരു ഇടത് കയ്യൻ ചുറ്റി വെച്ച് അടിക്കുന്ന പോലെയല്ല ഒരു വലത് കയ്യൻ അടിക്കുമ്പോൾ, വലത് കയ്യൻ അടിക്കുന്നത് പോലെയല്ല ഒരു ഇടത് കയ്യൻ അടിക്കുമ്പോൾ. മനസ്സിലായില്ലേ? ആ ഒരു വിഷ്വൽ ഭയങ്കര ബോറായിരിക്കും. അതായത് ഒരു വലത് കൈന് ഒരിടത് കൈയും വെച്ച് ഇങ്ങനെ പണി കാണുമ്പം ഇപ്പോൾ കൊള്ളും എന്നുള്ള തോന്നലുണ്ടാകത്തുള്ളൂ. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഇങ്ങനെ കളിയാക്കി ചിരിക്കും. നമുക്കെന്തോ രോഗമുണ്ട്, നമുക്കെന്തോ അസുഖമുണ്ട് എന്നുള്ള രീതിയിലാണ് പലരും നോക്കുന്നത്. പലരും ഭയങ്കര സഹതാപത്തോടു കൂടിയാണ് നോക്കുന്നത്. അപ്പം നമുക്ക് തോന്നും അന്നത്തൊക്കെ എൻ്റെ പ്രായത്തിൽ എൻ്റെ കുഞ്ഞു തലയ്ക്കകത്ത്, ഈ കുഞ്ഞു തലയ്ക്കകത്തല്ല ഇതിനേക്കാളും കുറച്ച് കുഞ്ഞായിരുന്നല്ല, ആ പ്രായത്തിൽ തോന്നിക്കൊണ്ടിരുന്നത് എനിക്കതിന് കുഴപ്പമുണ്ടോ, ഞാൻ ബാക്കി പിള്ളേരെ പോലെ അല്ലേ എന്നൊരു തോന്നലായിരുന്നു. അന്നൊന്നും പിന്നെ ഇങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു സ്റ്റഫും പവറൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ശിശുവല്ലേ. ഇന്നൊക്കെ ആയിരുന്നു അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിൽ, ഇന്നൊക്കെ ആയിരുന്നു അങ്ങനെ ചിരിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ മലയ്ക്ക് പോകുമ്പം ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കുമ്പം അറിയാതെ ഇടതൈകൊണ്ട് കൊടുത്തതിൻ്റെ പേരിൽ കേൾക്കാത്ത പഴിയില്ല. കാശ് എങ്ങനെ കൊടുത്താലെന്താ, ഇടതൈകൊണ്ട് കൊടുത്താലും വലത് കൈകൊണ്ട് കൊടുത്താലും കൊടുക്കുന്നതല്ല മനസ്സല്ല പ്രധാനം. ഇപ്പം അടുത്ത് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് എൻ്റെ ഓഫീസിന് മുമ്പിൽ പോയി ഇറങ്ങിയപ്പം മീറ്ററിൽ 70 കാണിച്ചു. ഞാൻ 70 എടുത്തപ്പം പുള്ളി പറഞ്ഞു 100 തരണം. ഞാൻ പറഞ്ഞു 100 തന്നെ, മീറ്ററിൽ 70 കാണിച്ചത്. അതൊന്നും പറയാൻ പറ്റില്ല, ഇവിടെ അങ്ങനെ. ഞാൻ പറഞ്ഞു എവിടെ അങ്ങനെ, ഇത് കേരളമല്ലേ. നീ അതൊന്നും പറയാൻ പറ്റില്ല, രാവിലെ തന്നെ വഴക്കുണ്ടാക്കി നിൽക്കല്ലേ, 100 തന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു മീറ്റർ പിന്നെ കാണിക്കണം വെച്ചേക്കണതാണ്, നീ ഏതെങ്കിലും നീ 70 താന്ന് പറഞ്ഞു. ഒബ്വിയസ്ലി ഞാൻ കൊടുക്കുമ്പം അറിയാതെ ഇടതൈകൊണ്ട് കൊടുത്തു. ഞാൻ 70 ഇടതൈകൊണ്ട് കൊടുത്തു. ഡേ ഞാനൊരു പിച്ചക്കാരല്ല, എന്നെ കണ്ടിട്ട് നിനക്ക് പിച്ചക്കാരനായിട്ട് തോന്നണേ. നീ എന്നാ ഇടതൈകൊണ്ട് തന്നെ വലതയോടെ രാവിലെ തന്നെ ഇടതൈകൊണ്ട് തന്നെ വന്നിട്ട് ഭയങ്കര ബഹളം. നമ്മൾ ചേട്ടാ ഞാൻ ഇടതൈനാണ്, ഞാൻ അറിയാതെ ഇടതൈകൊണ്ട് തന്നതാണ്, ചേട്ടാ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങും. എനിക്ക് പറ്റത്തില്ല, എനിക്ക് നീ വലതയോടെന്നല്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇടും, ചേട്ടൻ പെറുക്കിട്ട് കൊണ്ടുകൊണ്ടിരും. ഓഹോ ഇപ്പോഴത്തെ പിള്ളേരടുത്തൊന്നും പറയാൻ പറ്റത്തില്ല, നീ ഇടതൈകൊണ്ട് വലതയോണ്ട് എങ്ങനെയെങ്കിലും ഇതാ മനുഷ്യനെ വെറുതെ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ വാങ്ങിയിട്ട് പുള്ളി ഇടതൈയോട് തന്നാലെന്താ വലതൈയോട് തന്നാലെന്താ, തരുന്നാളുടെ മനസ്സ്